ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എഗ് ഇൻക്യുബേറ്റർ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരു ഫ്രിഡ്ജാണ്, പഴയ ഫ്രിഡ്ജാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കാം. നമ്മൾ അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ പഴയ സെൻസാർ കേട്ടോ, അത് പുതിയതല്ല, പഴയതാണ്. അതിനൊരു ചെറിയൊരു ബോക്സ്, ഒരു ബൾബ്. നമ്മൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ടാണ് കയറ്റി വെച്ചിട്ടുള്ളത്. ബോക്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ചാർജർ വേണം, 12 വോൾട്ടിൻ്റെ ചാർജർ. ഫാന് കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ 12 വോൾട്ടിൻ്റെ ഒരു ചാർജർ എടുക്കുന്നത്. അപ്പോൾ ചാർജർ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനം മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ ചാർജർ അങ്ങനെ വെച്ച് വയർ സപ്ലൈ കൊടുത്താലും മതി. നമ്മൾ തനിച്ച് പുറത്തേക്ക് എടുക്കണം. ഇപ്പോൾ വയർ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്, ചാർജറിൻ്റെ ഒരു വയർ പോകാൻ വേണ്ടി ഒരു ഹോൾസും, പിന്നെ അല്ലാണ്ട് സെൻസറിലേക്ക് പോകുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടും പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് വലുതാക്കിയിട്ടൊരു ഹോൾസാണ് ഇട്ടിട്ടുള്ളത്. ചാർജറിൻ്റെ മുന്നിലൊരു പിന്നുണ്ടാവും, നമ്മൾ കട്ട് ചെയ്ത് വിടണം. ഫാനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ചാർജറിൻ്റെ നമ്മൾ പവർ സപ്ലൈൻ്റെ അവിടെ ചെറിയൊരു വയറായിരിക്കും ഉണ്ടാവുക. അതിന് പകരം നമ്മൾ കുറച്ചുകൂടെ നീളമുള്ളൊരു വയറാണ് ചാർജറിൻ്റെ മുകളിൽ ഷോൾഡർ ചെയ്യുന്നത്. ഇത് പവർ സപ്ലൈ കേട്ടോ, ഡയറക്റ്റ് കറണ്ടാണ് കൊടുക്കുന്ന വയറാണ് മാറ്റിയിട്ടുള്ളത്. DC ആയി വരുന്ന കറണ്ടിൻ്റെ നമുക്ക് ഓൾറെഡി കുറച്ച് നീളമുള്ളുണ്ട്, അത് നമ്മൾ താഴേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഡയറക്റ്റ് കറണ്ട് പോകുന്നതാണ്. ഇത് നമ്മൾ ഈ സെൻസർ വന്ന് AC കറണ്ടിൽ ചെയ്യുന്നതാണ് കേട്ടോ, DC കറണ്ടിലല്ല, AC കറണ്ടിൽ. ഇമ്മ്യൂണിറ്റിയും ടെമ്പറേച്ചറും നമുക്കിതിൽ കാണിക്കും. നമ്മളിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഹൈറ്റിൽ ഫ്രിഡ്ജിന് മുകളിൽ ഒരു DCൻ്റെ ബൾബ്, കറണ്ട് പോയാൽ കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫാന്, ഒരു ബൾബ്. ഇത് നമുക്ക് ഹീറ്റിംഗ് കോയിലൊന്നും ഇടേണ്ട കാര്യമില്ല. ഹീറ്റിംഗ് കോയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 1000 വാട്ട്സാണ് നമ്മൾ എടുക്കുക. ഹീറ്റിംഗ് കോയിലിൽ ബൾബിനാകെ 40 വാട്ട്സ് എടുക്കുള്ളൂ. നമ്മൾ കറണ്ട് ബില്ലിൻ്റെ അടുത്ത് നമ്മൾ കുഴങ്ങും. അതുകൊണ്ട് ഹീറ്റിംഗ് കോയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു 2 ബൾബ് ഇട്ടാലും മതി. ഇത് പവർ സപ്ലൈ ലൈനാണ്. ഇത് നമുക്ക് ഇമ്മ്യൂണിറ്റി കാണിക്കണ വേണ്ട, നമുക്ക് ടെമ്പറേച്ചറിൻ്റെ സ്വിച്ച് മാത്രമേ ആവശ്യമുള്ളൂ, ഈ ലാസ്റ്റിലെ സ്വിച്ച് മാത്രം. നടുക്കുള്ളത് സെൻസാർ പിടിപ്പിക്കാനും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് കറണ്ടാണ്, അത് നമ്മൾ ഇപ്പുറത്തുള്ള പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ 2 വയർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പവർ സപ്ലൈൻ്റെ ഇപ്പുറത്തേക്ക് ആ സ്വിച്ച് മാറി വർക്കാവും. അത് ആ ടൈം ആകുമ്പോൾ ടെമ്പറേച്ചർ ഹൈ ആകുമ്പോഴും ലോ ആകുമ്പോഴും ഓഫായി ഓൺ ആകാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ സെൻസാറിൻ്റെ ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ ലോ ആകുമ്പോഴും ഹൈ ആകുമ്പോഴും ഇല്ല ഒരു ബൾബിലേക്കുള്ള ഒരു വയറും, അതേപോലെ ചാർജറിലേക്കുള്ള ഒരു വയറും കൂടെ സ്വിച്ചിലേക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ലാസ്റ്റിലേക്കാണ്, സ്വിച്ചിലേക്കാണ് കൊടുക്കുന്നത്. അത് ന്യൂട്രൽ വന്നിട്ട് 3 വയറും കൂടി ചേർത്താണ് പിടിപ്പിക്കുന്നത്. ബൾബിലേക്ക് പോകാനുള്ള ന്യൂട്രും, അതേപോലെ ചാർജറിലേക്ക് പോകാനുള്ളതും, ഈ നമ്മുടെ സെൻസാറിലേക്ക് കൂടെ ചേർത്ത് 3 വയറും കൂടി ചേർത്താണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ അത് 3 കൂടി ഒരുമിച്ച് നമുക്കവിടെ ഫിറ്റാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു തുണ്ട് വയറും കൂടെ ജോയിൻ ചെയ്തിട്ട് ഒറ്റ വയർ മാത്രമേ നമ്മളവിടെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മൊത്തം 4 വയറും കൂടി ചേർത്താണ് പിരിക്കുന്നത്. നമ്മൾ അതൊക്കെ കൂടി പിരിച്ച് കഴിയുമ്പോൾ ഒറ്റ വയറാക്കി പുറത്തേക്ക് എടുക്കണം. അതിന് ടൈപ്പ് അടിച്ച്, എന്നാൽ എല്ലാ വയറും കൂടി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകില്ല, ഒരു കുഞ്ഞ് ഹോൾസായിരിക്കും. അതുകൊണ്ട് നമ്മൾ 3 കൂടി ചേർത്ത് പിന്നെ ഒരു സിംഗിൾ വയറാക്കിയാണ് പുറത്തേക്ക് എടുക്കുന്നത്. ഇത് നമ്മൾ ശരിക്കും ഇൻക്യുബേറ്ററിൻ്റെ ഇതല്ലാതെ നമ്മൾ 18ാമത്തെ ദിവസം മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. നമ്മുടെ ഓൾറെഡി ഇൻക്യുബേറ്റർ ഉണ്ട്, അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാനുള്ള ഒരു ഇൻക്യുബേറ്ററാണ്. മറ്റേത് കുറച്ച് കഷ്ടപ്പാടുണ്ട്, കുറേ സാധനങ്ങൾ വെക്കണം. അതേപോലെ നമ്മൾ സ്ക്രൂ അടിച്ച സ്ഥലത്ത് ടാപ്പ് അടിച്ച് വെക്കണം. എന്ന് വെച്ചാൽ ഇതിൽ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കഴിഞ്ഞാൽ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ആ സ്ക്രൂ അടിച്ച് 4 സ്ക്രൂ അടിച്ചിട്ടുണ്ട്. സ്ക്രൂ അടിക്കണമെങ്കിൽ ടാപ്പ് അടിക്കും. അതേപോലെ ചാർജർ വെച്ചിട്ട് ചാർജറും കൂടെ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാപ്പ് ഇങ്ങനെ നമുക്ക് വെറുതെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടുത്തെ വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഇത് സെൻസറാണ്. സെൻസറിൻ്റെ വയറ് നമ്മൾ ആ നടുക്കൊക്കെ കൊണ്ടുപോയി കുത്തണം. അതിൽ എഴുതിയിട്ടുണ്ടാവും നമ്മൾ ഇപ്പോൾ വാങ്ങുന്ന സെൻസർ ഇതിൻ്റെ മുകളിൽ ടെമ്പറേച്ചർ സെൻസറിൻ്റെ മുകളിൽ എല്ലാ സാധനവും എഴുതിയിട്ടുണ്ടാവും എവിടേക്ക് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ സെൻസർ നമ്മൾ ബൾബിൻ്റെ തൊട്ടടുത്തായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഫിറ്റാക്കി വെക്കുക. അധികം ദൂരത്തേക്ക് വെക്കേണ്ട, നമുക്ക് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ബൾബിൻ്റെയൊക്കെ കുറച്ച് ഏകദേശം അടുത്തായിട്ട് വെക്കുക. ഈ ചാർജറിന് വരുന്ന വയറാണ് ഈ ഫാനിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഫാന് DC 12 വോൾട്ടാണ്. അപ്പോൾ DC 12 വോൾട്ടിലേക്കാണ്. ഇതൊരു നമ്മുടെ കറണ്ട് അടുപ്പിൽ വരുന്ന ഒരു അടുപ്പ് ഫാനാട്ടോ. അതല്ല നിങ്ങൾക്ക് വേറെ എങ്കിലും ഫാൻ കിട്ടിയാലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു 2000 രൂപ 2500 രൂപയ്ക്ക് നമുക്ക് ഈ ഇൻക്യുബേറ്റർ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഫ്രിഡ്ജ്, പഴയ ഫ്രിഡ്ജ് ഒരു പഴയ മാർക്കറ്റിൽ പോയി ചോദിച്ചാൽ 300 രൂപയ്ക്ക് സാധനം കിട്ടും. ആ സെൻസറിന് ഒരു 1500 രൂപ ഉള്ളൂ. പിന്നെ ഒരു ബൾബും ഒരു ഫാനും, ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനൊരു ബോക്സ് ഉണ്ടാക്കണമെങ്കിൽ ACP ഒക്കെ വെച്ചിട്ടൊരു ബോക്സ് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പൈസ ചിലവാകും. അതുമാത്രമല്ല ACP വെച്ചൊരു ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹീറ്റിങ് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. ഫ്രിഡ്ജ് ആകുമ്പോൾ ചൂടായ സാധനം നമുക്ക് ഒരുപാട് സമയം, കറണ്ട് പോയാൽ തന്നെ ഒരു 5-6 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ആ ചൂടുണ്ടാവും. അത് സാധാരണ നമ്മൾ പുതിയൊരു ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ആ സ്പോഞ്ചും ആ സാധനങ്ങളൊക്കെ കൂടി ഹീറ്റിങ് കുറച്ച് സമയം നമുക്ക് നീട്ടി കിട്ടും. ഒരു 3 മണിക്കൂറിൽ തണുക്കുന്ന സാധനം നമുക്കൊരു 6 മണിക്കൂർ വരെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ആ ചൂടുണ്ടാവും. കറണ്ട് പോയാലും കുഴപ്പമില്ലാണ്ടിരിക്കും. നമുക്കിപ്പോൾ കുത്തി ഓണാക്കി നോക്കാം, ടെമ്പറേച്ചറൊക്കെ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇപ്പോൾ 32.8 നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുത്തിയതുകൊണ്ടുള്ളതാണ്. ബൾബ് കത്തുണ്ട്, ഫാനും വർക്കാകുന്നുണ്ട് അതിൻ്റെ കൂടെ. ഇപ്പം ഇനി കറണ്ട് ബൾബ് പീസാകുന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വോൾട്ടും കൂടെ അതിൻ്റെ ചേർത്ത് കൊടുത്താൽ ഏതെങ്കിലും ഒരു ബൾബ് കത്തിക്കൊണ്ടിരിക്കും. ഒന്ന് പീസായാൽ പോലും ഒന്നും കൂടെ കത്തിക്കൊണ്ടിരിക്കും. 37.5 അത് ഓഫാകും. നമുക്ക് ആ ചോപ്പ് ലൈറ്റ് ഓഫാക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ബൾബ് ഓഫായിട്ടുണ്ട്. വീണ്ടും 37 ഓണാകുന്നത്. 5 പോയിൻ്റാണ് നമ്മൾ 0.5 കൊടുത്തിട്ടുള്ളത്. 37 വീണ്ടും ഓണാകുന്നത്. നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് വെച്ചു. ഇത് ഇങ്ങനെ പൊന്തിച്ച് വെക്കുന്ന കാരണം വെച്ചാൽ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ തന്നെ അടിയിൽ കൂടെ നടക്കുള്ളൂ. അപ്പോൾ ഈ വെള്ളത്തിലും ഫാനിൻ്റെ മുകളിലും ഈ ബൾബിൻ്റെ മുകളിലും തട്ടാതിരിക്കാനും കുറച്ച് എല്ലാ സാധനവും കുറച്ച് പൊന്തിച്ച് വെച്ചിട്ടുള്ളൂ. ഇത് ഞാൻ പറഞ്ഞല്ലോ 18ാമത്തെ ദിവസം വിരിയിപ്പിക്കാൻ വേണ്ടി മുട്ട മറ്റേ ഇൻക്യുബേറ്ററിൽ നിന്ന് ഇതിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടിയിൽ കൂടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്ന പോലെ സ്ഥലങ്ങളുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ സാധനവും കുറച്ച് പൊന്തിച്ച് വെച്ചിട്ടുള്ളത്. അടിയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും, കണ്ടോ, ഒരു 3-4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മളിതെല്ലാം അടിയിൽ കൂടെ കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന പോലെയാണ് ഈ ഇൻക്യുബേറ്റർ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. എല്ലാ ഇൻക്യുബേറ്ററും ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടെ നമ്മളിപ്പോൾ നിങ്ങൾ തന്നെ മുട്ട സ്വന്തം തിരിച്ച് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതേപോലെ ഇങ്ങനെ ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇമ്മ്യൂണിറ്റി റെഡി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പുറത്തത്തെ കാറ്റ് ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഹോൾസ് ഇട്ടിട്ടുള്ളത്. ഇത് നമ്മൾ വേറൊരു ഇൻക്യുബേറ്ററിലാണ് കാണിച്ചു തരുന്നത്. സെറ്റായിരുന്ന ഒരു ബട്ടൺ ഞെക്കി പിടിച്ചാൽ സ്റ്റാർട്ടിങ് പോയിൻ്റ് അതിൽ കാണിക്കും. അതിങ്ങനെ ഞെക്കിയാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിർത്തുന്നുണ്ട്. നമ്മൾ I35 സെറ്റ് ചെയ്യേണ്ടത് ബട്ടനെ കുറച്ച് നേരം ഞെക്കി പിടിച്ചാൽ ഇങ്ങനെ ബ്ലിങ്ക് ആവും. എന്നിട്ട് പിന്നെ ലോവും നമ്മൾ ആ ബട്ടണിൽ പിടിച്ച് ഞെക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര വേണോ അത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ നമുക്ക് ഇമ്മ്യൂണിറ്റിയും ചെക്ക് ചെയ്യാൻ പറ്റും. ഇമ്മ്യൂണിറ്റി നമുക്ക് ഇത് കാണിക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ആക്കാനും ലോ ആക്കാനും പറ്റില്ല. നമുക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഹീറ്ററൊക്കെ കൊടുത്ത് വെള്ളത്തിൽ ഹീറ്ററൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഓണാകണ പോലെ ചെയ്യണം. അങ്ങനെ ഇത് ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ മുട്ട വിരിയണമെങ്കിൽ ഇൻക്യുബേറ്റർ മാത്രം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. 3 പെട്ടയ്ക്ക് ഒരു ചേവലിനെ വെച്ച് മുട്ട ഉണ്ടാക്കണം. എന്നാലേ ഉള്ളൂ മുട്ട ഒരുമാതിരിയൊക്കെ വിരിയുക. അതേപോലെ കാൽഷ്യം ടോണിക് കൊടുക്കണം. അതൊക്കെ ഉണ്ടെങ്കിലുള്ളൂ മുട്ട നമുക്ക് ഇൻക്യുബേറ്ററിൽ നല്ല ക്ലിയറായിട്ട് വിരിഞ്ഞ് കിട്ടുള്ളൂ. നന്ദി, നമസ്കാരം.